തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വീണ്ടും ആരോപണവുമായിട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഹൈഡ്രജൻ ബോംബ് വരുന്നതേയുള്ളൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് ശരികളെ സംരക്ഷിക്കുകയാണെന്നും താൻ തെളിവ് കാണിക്കാമെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. വോട്ട് കൊള്ളയ്ക്ക് 101% തെളിവുണ്ട് എന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടുകൾ ഒഴിവാക്കി. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി വോട്ടർമാർക്ക് യാതൊരു വിവരവുമില്ല എങ്ങനെ സംഭവിച്ചുവെന്ന്. കർണാടകത്തിന് പുറത്തു നിന്നാണ് വോട്ടുകൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഗോദാബായി എന്ന വോട്ടർ തന്റെ വോട്ട് ഇല്ലാതായത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല എന്ന് വിശദീകരിക്കുന്ന വീഡിയോയും രാഹുൽ ഗാന്ധി പങ്കുവച്ചു. കർണാടകത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ചില മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യകാന്ത് എന്നയാളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് 14 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തുവെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. സൂര്യകാന്തിനെയും രാഹുൽ വാർത്താ സമ്മേളന വേദിയിൽ കൊണ്ടുവന്നിരുന്നു. തന്റെ വിവരങ്ങൾ ഉപയോഗിച്ച് 14 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തത് എങ്ങനെ സംഭവിച്ചുവെന്ന് അറിയില്ല എന്നാണ് സൂര്യകാന്തും പറഞ്ഞിട്ടുള്ളത്. ഗോദാബായിയുടെ വിവരങ്ങൾ ഉപയോഗിച്ചും വോട്ടുകൾ ഒഴിവാക്കിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ബൂത്തിലെ ആദ്യ സീരിയൽ നമ്പർ ഉപയോഗിച്ച് വോട്ട് ഡിലീറ്റ് ചെയ്തിരുന്നു. കർണാടകത്തിന് പുറത്തു നിന്നുള്ള കോൾ സെന്ററുകൾ വഴിയാണ് വോട്ടുകൾ ഒഴിവാക്കുന്നത്. ഇതിന് ജ്ഞാനേഷ് കുമാർ മറുപടി പറയണമെന്നും പറഞ്ഞു. കർണാടക പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് എന്നും വിവരങ്ങൾ തേടി സർക്കാർ 18 കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെന്നും പറഞ്ഞു. എന്നാൽ വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നും OPT വിവരങ്ങളടക്കം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്.